രാജകുമാരി എന്നത് അക്ഷരാർത്ഥത്തിൽ രാജകുമാരി തന്നെയാണ് ഇവർ. അത് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ രാജകുമാരിയായി ഒരുപാട് പേരെ സഹായിക്കുന്നൊരു സന്നദ്ധ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് രാജകുമാരി. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷമായ ഒരു ദിവസമാണ് ഇന്ന്. രാജകുമാരി ഗ്രൂപ്പും ടണൽ ഡയാലിസിസ് സെൻ്ററും കൂടി ചേർന്ന് ഇന്ന് ഇവിടെ മാരിപ്പള്ളി പള്ളിക്കൽ മുക്കട റോഡിൽ മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡയാലിസിസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി ബിസിനസ് രംഗത്ത് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ബിസിനസ് സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ്. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുൻതൂക്കം നൽകിക്കൊണ്ട് സാധുക്കളുടെ കണ്ണീരൊപ്പാനായി രാജകുമാരി ചാരിറ്റബിൾ ട്രസ്റ്റ് കനിവിനൊരു കൈത്താങ് എന്ന പദ്ധതി രൂപീകരിക്കുകയും നിരവധി ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും രോഗികളായ അവർക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ തുടങ്ങി ഓരോ വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള സംവിധാനം, ഉച്ചയൂണ് പദ്ധതി, UNRK ബ്ലഡ് ഡൊണേഷൻ വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സൗജന്യ ആംബുലൻസ് സംവിധാനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സേവനം ലഭ്യമാണ്. ഇന്ന് ഇവിടെ വളരെ വ്യത്യസ്തമായ നിലയിൽ ആതുർ ശുശ്രൂഷ രംഗത്തേക്ക് രാജകുമാരി കടന്നിരിക്കുകയാണ്. നമ്മുടെ ഡയാലിസിസ് സെന്ററിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ A.N. ഷംസീർ സാറാണ്. കൂടാതെ നമ്മുടെ RK ടവർ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് സാറും, കൂടാതെ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് V. ജോയ് സാറുമാണ്. വളരെ നാളത്തെ രാജകുമാരി ഗ്രൂപ്പിൻ്റെ മുഴുവൻ പേരുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് രാജകുമാരിയും ടണൽ ഡയാലിസിസ് സെൻ്റർ ഈ ഒരു സ്ഥാപനം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും വളരെ ബഹുമാനീയനും ആദരണീയനുമായ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ M. ഷംസീർ സാറാണ്. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ കൂടിയായ ഷുഹൈബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്നെ കേൾക്കുന്ന രാജകുമാരിയുടെ സഹകാരികൾ, ഇവിടെ ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികൾ,
രാജകുമാരി ഗ്രൂപ്പും തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെയും ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രാജകുമാരി ഗ്രൂപ്പ് 1996 കല്ലമ്പലത്തുനിന്ന് കുറച്ച് ചെറുപ്പക്കാർ അവരുടെ സ്വയം തൊഴിലിൻ്റെ ഭാഗമായി ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം ഇന്ന് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭങ്ങളായി 35ഓളം ബ്രാഞ്ചായി നിലനിൽക്കുന്ന സ്ഥാപനമാണ്. ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന പട്ടണങ്ങളിൽ ആറ്റിങ്ങലും കല്ലമ്പലത്തും കാട്ടാക്കടയിലും പോത്തങ്കോടും പാരിപ്പള്ളിയിലും കൊട്ടിയവും തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം ആർക്ക് വേണമെങ്കിലും വന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ജൈത്ര യാത്രയിൽ ഈ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തണം. മാറി വരുന്ന ഗവൺമെൻറ്റുകളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവരെയും കൂടി ചേർത്ത് നിർത്തി നമ്മളുടെ ബിസിനസ്സിൻ്റെ ലാഭത്തു നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജകുമാരി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും കിഡ്നി സംബന്ധമായ അസുഖം ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഈ അസുഖം വരുന്നത്? ലൈഫ് സ്റ്റൈലാണ്, ജീവിതശൈലി രോഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഭക്ഷണം കഴിക്കും, വ്യായാമം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആർക്കുമില്ല. കിഡ്നീൻ്റെ പ്രത്യേകത എന്താ? അവർ ഈ 2 കിഡ്നിയും വലിയ സ്നേഹത്തിലാണ്. അവൻ ഒരാളായിട്ട് മാത്രം പോകില്ല, പോകുമ്പോൾ 2 അങ്ങോട്ട് പോകും. വ്യത്യസ്തമായി ചിന്തിക്കാൻ തയ്യാറായ രാജകുമാരി ഗ്രൂപ്പിന് കേരള നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള, നിങ്ങളെപ്പോലുള്ള ഫിലാൻഡ്രോപ്പിസ്റ്റുകൾ, ആ ഫിലാൻഡ്രോപ്പിസ്റ്റുകളാണ് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. വലിയ രീതിയിൽ ഡയാലിസിന് വേണ്ടിയുള്ള സ്ലോട്ടുകളുടെ എണ്ണം ശക്തിപ്പെടുന്നു. അവിടെയാണ് നിങ്ങൾ മാതൃകയായിക്കൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത്. ഞാനൊരു ചാരിറ്റി സംഘടനയുടെ ചെയർമാനാണ്. അത് മലബാർ ക്യാൻസർ സെന്റർ എന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമുണ്ട്. ഈ കാണുന്ന രീതിയിൽ രാജകുമാരി വളരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൈയും കാലുമൊക്കെ വളരുന്നത് നോക്കിക്കാണാൻ അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ രാജകുമാരിയെ സ്നേഹവായ്പോടുകൂടി കാണുന്ന ആളുകളാണുള്ളത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ആർക്ക് കഴിയും? സർക്കാരിന് പറ്റുമോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്ക് കഴിയുമോ? വിഭാഗീയതയില്ലാതെ, ജാതിമത വ്യത്യാസങ്ങളൊന്നും നോക്കാതെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ രാജകുമാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. രാജകുമാരി മറ്റൊരു കാര്യത്തിൽ കൂടി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മാതൃകയാണ്. പലരുടെയും കയ്യിൽ സമ്പത്തുണ്ടാവും. ആ നേടിയ സമ്പത്ത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ അലസരായി കഴിയുന്ന സമയത്ത് സ്ഥിരോത്സാഹികളായ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന ഒരു കൂട്ടായ്മയാണ് രാജകുമാരി.
ഒപ്പം ഈ നാടിന് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യമാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന കിടപ്പിലായ മനുഷ്യരെ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം. അതോടൊപ്പം തന്നെ ഒരു ക്ലിനിക്ക്, അതിൻ്റെ ഫാർമസി, അതിൻ്റെ 50% സൗകര്യം ലഭിക്കുന്ന ഒരു ലബോറട്ടറി, അങ്ങനെ ആരോഗ്യ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന സകലമാന സംഗതികളും ചെയ്ത രാജകുമാരി ഗ്രൂപ്പിന് ഇനിയും ഏറെ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ആധുനിക സംവിധാനത്തിൽ കൂടി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻ്ററും ലാബ്, ഫാർമസി തുടങ്ങിയ സംവിധാനത്തെ ഉൾപ്പെടുത്തിയാണ് ഇവിടെയുള്ള ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. നിർധനരായവർക്ക് തികച്ചും സൗജന്യമാണ്. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറും മറ്റ് MLA മാർ, MP തുടങ്ങിയ എല്ലാവർക്കും, ഇവിടെ വന്ന് ചേർന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.